ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നിങ്ങളെ ഇന്ന് ഞാൻ ഒരു വാട്ടർ ഫിൽറ്റർ പരിചയപ്പെടുത്തരാം. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നത്, ഇത് നമ്മുടെ ഹാർഡ് വാട്ടറൊക്കെ പ്യൂരിഫൈ ചെയ്ത് നല്ല ഫ്രഷ് വാട്ടർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിനകത്തൊരു ഫിൽറ്ററുണ്ട്. ആ ഫിൽറ്റർ ഇട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് വാട്ടർ കിട്ടും. അപ്പം ഞാനത് ഓപ്പൺ ചെയ്യുന്നത് പോലെ നമുക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ ഇടയ്ക്കാന്ന് മേടിച്ചതാണ്. 2.4 ലിറ്ററിൻ്റെ വാട്ടർ ഫിൽറ്റർ. അപ്പം ഇതിന് എനിക്ക് ഇത് 19.99 യൂറോയാണ് ഈ ഫിൽറ്ററിനായത്. അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി, എന്നാലും ഞാനൊന്ന് കാണിക്കാം. ഇതേപോലെ 3 ഫിൽറ്റർ ഉണ്ട് കേട്ടോ. 1, 2, ഇനി ഒരു ഫിൽറ്റർ കൂടി ഉണ്ട്, കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ജഗ്. ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ജഗ്ഗാണ്. ഞാൻ ഇതിനകത്ത് ഒരു ഫിൽറ്റർ ഇങ്ങനെ ജസ്റ്റ് കുക്ക് ചെയ്യാൻ മതി. ഇത് ഓപ്പൺ ചെയ്ത് വരും. ഇതിൻ്റെ അകത്ത് ഞാൻ ആ ഫിൽറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയെന്നേ ഉള്ളൂ. ഇത് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും, കുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ്. ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇങ്ങനൊരു ക്യാന്, അകത്ത് ഇടുന്ന ഫിൽറ്റർ ഇടാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു ക്യാന്. ഇതാണ് നമ്മുടെ ഫിൽറ്റർ. പിന്നെ ഇതിൻ്റെ അടപ്പ്. ചിലപ്പം ചിലത് ഓൺലൈനിൽ ഇതിലും വില കുറച്ച് കിട്ടുന്നതുണ്ടാവും, നല്ല വിലയുടെ ഉണ്ടാവും. 39 യൂറോയുടെ ഉണ്ട്. നമുക്ക് ആദ്യം ഇതെല്ലാം എടുത്തിട്ട് ഇതിനകത്ത് കുറച്ച് വെള്ളം നിറയ്ക്കാം. ഇത്രയും വെള്ളം മതിയാവും. ഇനി നമ്മൾ ഒരു ഫിൽറ്റർ പൊട്ടിച്ചിട്ട് ഇതിനകത്തേക്ക് ഇടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ വെള്ളം കളയാം. പിടിച്ചിട്ട് സേവ് ഇപ്പം നമ്മളിത് ചെയ്തോണം തന്നെ ആ ഫിൽറ്റർ ഒന്നും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കളയുക, ആ വെള്ളം കളയുക. പിന്നെ ഒരു പ്രാവശ്യം കൂടി വെള്ളം പിടിച്ചിട്ട് ആ ഫിൽറ്റർ ഇടുന്ന ചെറിയ ക്യാനുണ്ടല്ലോ, ആ ബ്ലാക്ക് കളറിൽ അകത്ത് വെക്കുന്ന ക്യാന്, അത് അതിനകത്തോട്ട് വെച്ചിട്ട് നമ്മുടെ ഫിൽറ്റർ ഇതിനകത്തോട്ട് ചെറിയ ക്യാനകത്തോട്ട് ഇറക്കി വെക്കുക. ഈ സൈഡ് ഈ ജഗ്ഗിൻ്റെ പിടിയുടെ അവിടെ വരത്തക്ക രീതിയിൽ ഇടണം. ഇട്ടു നമ്മുടെ ഫിൽറ്റർ അതിനകത്തോട്ട് ഇറക്കി വെക്കുക. ഫിക്സ് ചെയ്ത് വെച്ചു, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി അതിൻ്റെ അടപ്പടയ്ക്ക് ഇവിടെ നമുക്ക് ഇങ്ങനെ ജഗ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് വെള്ളം നിറയ്ക്കാം. നോക്കാം എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇത് പ്രസ് ചെയ്തു, തുറന്നു, ആ വാൽവ് തുറന്നു. നമ്മൾ ജസ്റ്റ് ഞെക്കുമ്പോൾ തന്നെ അത് തുറന്നു വരും. അതിനകത്തോടെ വെള്ളം എടുത്ത് 2-3 പ്രാവശ്യം ഷെയ്ക്ക് ചെയ്ത് കഴുകി വെള്ളം കളയുക. എന്നിട്ട് വേണം നല്ല വെള്ളം പിടിച്ച് വെക്കാൻ. നമുക്ക് ഈ ക്യാനിൻ്റെ ഫുള്ള് അതിൻ്റെ മേളത്തെ മെയിൻ ക്യാപ്പ് മൊത്തത്തിൽ തുറക്കേണ്ട ആവശ്യം വരുന്നത് അതിനകത്തെ ആ വെള്ള ഫിൽറ്റർ ഉണ്ടല്ലോ, അത് ചേഞ്ച് ചെയ്യേണ്ട സമയത്താണ് ആ ഫുള്ള് ക്യാപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട സാഹചര്യം വരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഈ ജാറ് നല്ലതുപോലെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ കുറേ നാൾ വെള്ളം പിടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് പായലൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തെ വൈറ്റ് ഫിൽറ്റർ നമുക്ക് 2 മാസം വരെ യൂസ് ചെയ്യാം. പിന്നെ വെള്ളത്തിൻ്റെ പ്യൂരിറ്റി കുറയുന്നതിനനുസരിച്ചും നമുക്ക് ഈ ഫിൽറ്റർ മാറ്റാവുന്നതാണ്. അതിനകത്തൊരു സ്റ്റാർട്ട് എന്നുള്ളൊരു ബട്ടണുണ്ട്. അതിനകത്ത് 1 സെക്കൻഡ് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ബ്ലാക്ക് ലൈൻസ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. ഇത് ആക്ച്വലി ഒരു ഫിൽറ്റർ ചേഞ്ച് ഇൻഡിക്കേറ്ററാണ്. ഇത് നമുക്ക് എപ്പം ഫിൽറ്റർ ചേഞ്ച് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. പക്ഷെ അതിൽ കാര്യമില്ല, നമ്മുടെ വെള്ളത്തിൻ്റെ പ്യൂരിറ്റി അനുസരിച്ച് നമുക്ക് ഫിൽറ്റർ മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അറിയാൻ വയ്യാത്തവർ നോക്കി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഓൾ.